ലീക്കിനും വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ജനനായകൻ തിയേറ്ററുകളിലെത്തിയതോടെ തമിഴ് സിനിമയുടെ 3 പതിറ്റാണ്ട് നീണ്ട ഒരധ്യായം അടയ്ക്കപ്പെടുന്നു. ഇനി ബിഗ് സ്ക്രീനിൽ ആ മുഖമില്ല. വൺ ലാസ്റ്റ് ഡാൻസോടുകൂടി ദളപതി വിജയ്ക്ക് ഫെയർവെൽ നൽകുന്നു തമിഴ് സിനിമ. ഒരു കഥ സൊല്ലട്ടുമാ. 1977 MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മീനവ നൻപൻ എന്നൊരു ചിത്രം റിലീസിനെത്തി. അതിനുശേഷം ഇപ്പോഴാണ് സമാനമായ ഒരു സംഭവം ചലച്ചിത്ര ലോകത്തുണ്ടാകുന്നത്. MGR ഭരണമേറ്റ് 2 മാസത്തിന് ശേഷമായിരുന്നു മീനവ നൻപൻ തിയേറ്ററുകളിലെത്തിയത്. കൃത്യം 5 പതിറ്റാണ്ടുകൾക്കിപ്പുറം വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് 2 മാസം തികയുമ്പോഴാണ് ജനനായകനും തിയേറ്ററുകളിലെത്തുന്നത്. പടം കണ്ടവർക്ക് കണക്റ്റാവും. അവിചാരിതമല്ല ഈ ആവർത്തനം. ഒരുപക്ഷെ തമിഴ്നാട് ഇലക്ഷന് മുമ്പായിരുന്നു ജനനായകൻ റിലീസിനെത്തിയിരുന്നതെങ്കിൽ ഇക്കാണും പോലെ ഈ പടം അംഗീകരിക്കപ്പെടില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അന്നത് നടൻ വിജയുടെ പടമാണ്. പതിവ് സ്റ്റൈലിൽ വിജയ് രക്ഷകനായെത്തുന്ന അത്യാവശ്യം ഫൈറ്റും ഡാൻസ് നമ്പറും ഒക്കെയുള്ള ഒരു മാസ് മസാല പടമാണ് എച്ച് വിനോദിന്റെ ജനനായകൻ. ഇന്ന് പക്ഷേ ഇത് അതിനപ്പുറം തമിഴ്നാട് മിനിസ്റ്റർ ജോസഫ് വിജയുടെ അവസാന ചിത്രമാണ്. അതിനാൽ തന്നെ ആ ഇമോഷന്റെ പുറത്തു നിന്നാണ് പ്രേക്ഷകർ ജനനായകനെ കാണുന്നത്. ഫാൻസിന് വേണ്ടി, വിജയുടെ വെറുത്തനം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനപ്പുറം ഇലക്ഷൻ മുന്നിൽ കണ്ട് TVKക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആക്ഷൻ ത്രില്ലറാണ് ജനനായകൻ. നന്ദപുരി ബാലകൃഷ്ണയുടെ തെലുങ്ക് ചിത്രം ഭഗവത് കേസരിയുടെ റീമേക്കാണ്. സബ് ഇൻസ്പെക്ടർ ആയിരുന്ന വെട്രി അഥവാ ദളപതി വെട്രി കൊണ്ടാൻ ജയിലിൽ തടവിലായിരിക്കുന്ന സീനിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഗൗതം വാസുദേവ് മേനോൻ അവതരിപ്പിക്കുന്ന ജയിലർ ശ്രീകാന്ത് എന്ന കഥാപാത്രവും അയാളുടെ മകളായ മമിത ബൈജു ചെയ്ത വിജിയും വെട്രിയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന 2 പേരാണ്. കായൽ എന്ന മാധ്യമപ്രവർത്തകയുടെ വേഷത്തിലാണ് പൂജ ഹെഗ്ഡെ വരുന്നത്. ജോൺ ഹിംലർ അഥവാ അംബരീഷ് പൂജാരി എന്ന സ്റ്റൈലിഷ് വില്ലനായിട്ട് ബോബി ഡിയോൾ എത്തുന്നുണ്ട്. ഡേർട്ടി പൊളിറ്റിക്സിന്റെ മുഖമാണ് രാഷ്ട്രീയക്കാരനായി എത്തുന്ന പ്രകാശ് രാജിന്. ജില്ലാ കളക്ടറുടെ വേഷത്തിൽ പ്രിയാമണിയുണ്ട്. സയന്റിസ്റ്റായിട്ട് നരൈൻ. അങ്ങനെ അത്യാവശ്യം വലിയ താരനിര. സിനിമ എന്ന രീതിയിൽ മാത്രം വിലയിരുത്തിയാൽ ഏറെ പോരായ്മകളുള്ള, സ്ഥിരം വിമർശനങ്ങൾക്ക് വിധേയമാവാറുള്ള വിജയ് സിനിമാ ശൈലികൾ അതേപടി പിന്തുടരുന്ന സിനിമ തന്നെയാണ് ജനനായകൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് TVK അജണ്ട ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യമെന്നത് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിമർശനങ്ങളും ട്രോളുകളും ഒരുപാടുണ്ടായിട്ടും രക്ഷകൻ റോളിൽ സ്ഥിരമായി എത്തിയ നടനാണ് വിജയ്. അതിന് പിന്നിൽ വിജയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രക്ഷകൻ കോറിൽ നിന്ന് തെല്ലു മാറിയിട്ടില്ലെന്ന കാരണത്താൽ ജനനായകനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. 1 അല്ല 2 അല്ല പലതവണ ആവർത്തിക്കുന്ന ദളപതി എൻട്രിയും അസ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഡാൻസ് നമ്പറുകളും കോമഡിയായിട്ടോ സീൻ ലൈറ്റാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചില രംഗങ്ങളും ഒക്കെ തിയേറ്ററിൽ അരോചകമായി നമുക്ക് തോന്നാം. തിരക്കഥ പലയിടത്തും വീക്കാണ്. അതുപോലെ തന്നെ ബോബി ഡിയോളിന്റെ വില്ലൻ വേഷം ഉൾപ്പെടെയുള്ള കഥാപാത്ര ബിൽഡപ്പുകളും വീക്കാണ്. പക്ഷെ ഇപ്പറഞ്ഞ അസ്ഥാനത്ത് ഡാൻസ് നമ്പറിലും ആവർത്തിക്കുന്ന എൻട്രിയിലും ഒക്കെ ഒരു ഹൈ സമ്മാനിക്കാൻ സിനിമയ്ക്ക് ആവുന്നുണ്ട്. മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ബ്ലാസ്റ്റ് ഡാൻസിൽ വിജയ് തിമർത്താടുന്നുണ്ട്. ഇനി ബിഗ് സ്ക്രീനിലേക്ക് ഒരു മടങ്ങി വരവില്ലെന്ന് ഉറപ്പിച്ചൊരു കടൈസിയാട്ടം. അത് നല്ല രീതിയിൽ നമ്മളെ ത്രസിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം മുൻപ് പറഞ്ഞ CM ഫാക്ടർ തന്നെയാണ്. മറ്റൊരു കാരണം അനിരുദ്ധിൻ്റെ മ്യൂസിക്കും സ്കോറുമാണ്. ഫാൻസിന് കൈയടിക്കാൻ പോകുന്ന സാധനങ്ങൾ ഇട്ടുകൊടുത്ത് തന്നെയാണ് മേക്കിംഗ്. യാതൊരു ലോജിക്കും ഇല്ലാത്ത കഥാവതരണമാണെങ്കിലും അമ്മ തങ്കച്ചി ഇമോഷൻസ് പതിവ് പോലെ തന്നെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ക്ലൈമാക്സിൽ മമിത ബൈജു സ്കോർ ചെയ്യുന്നുണ്ട്. ഒടുവിൽ ദളപതിക്ക് കയ്യടി വീഴുന്നുണ്ട്. അത് പോതുമേ നൻപ.